2015 പുട്ടിന്റെ വിജയഗാഥകൾക്കിടയിലും ചില വിമർശനങ്ങൾ അദ്ദേഹത്തിനെതിരെ ഉയർന്നു വന്നു. അക്കൂട്ടത്തിൽ പ്രധാനിയായിരുന്നു ബോറിസ് നെംസോവ്. യുക്രൈനിലെ ഡോൺബാസ് മേഖലയിൽ റഷ്യൻ സൈന്യം നേരിട്ട് യുദ്ധം ചെയ്യുന്നുണ്ടെന്നതിന് തെളിവുകൾ നെംസോവിന്റെ പക്കലുണ്ടായിരുന്നു. റഷ്യൻ സൈനികർ അവിടെ യുദ്ധം ചെയ്യുന്നില്ല എന്ന പുട്ടിന്റെ ഔദ്യോഗിക വാദം പച്ചക്കള്ളമാണെന്ന് നെംസോവ് വാദിച്ചു. യുദ്ധത്തിൽ കൊല്ലപ്പെടുന്ന റഷ്യൻ സൈനികരുടെ വിവരങ്ങൾ പുറത്തു വരാതിരിക്കാൻ പുടിൻ സർക്കാർ നടത്തുന്ന നീക്കങ്ങളെ അദ്ദേഹം ചോദ്യം ചെയ്തു. ദി ലൈഫ് ഓഫ് എ ഗാലി സ്ലേവ് എന്ന പേരിൽ അദ്ദേഹം പ്രസിദ്ധീകരിച്ച റിപ്പോർട്ട് വികസന പ്രവർത്തനങ്ങൾക്കായി മാറ്റിവെച്ച പണം എങ്ങനെയാണ് പുട്ടിന്റെ സുഹൃത്തുക്കളുടെ പോക്കറ്റിൽ എത്തിയതെന്ന് വെളിപ്പെടുത്തുന്നതായിരുന്നു. മാത്രമല്ല, പുട്ടിൻ ഉപയോഗിക്കുന്ന 20 അത്യാഡംബര കൊട്ടാരങ്ങൾ, 43 വിമാനങ്ങൾ, 15 ഹെലികോപ്റ്ററുകൾ, ശതകോടികൾ വിലമതിക്കുന്ന 4 യാച്ചുകൾ എന്നിവയുടെ വിവരങ്ങൾ അദ്ദേഹം പുറത്തുവിട്ടു. പുട്ടിൻ വിമർശനങ്ങളിലൂടെ അദ്ദേഹം ആഗോള ശ്രദ്ധ നേടി. 2015 ഫെബ്രുവരി 27 മോസ്കോയിലെ എക്കോ ഓഫ് മോസ്കോ എന്ന സ്വതന്ത്ര റേഡിയോ നിലയത്തിൽ അന്ന് വൈകുന്നേരം ബോറിസ് നെംസോവ് അവസാനമായി സംസാരിച്ചു. പുട്ടിന്റെ യുക്രൈൻ നയം ഒരു വലിയ ദുരന്തമാണെന്നും പുട്ടിൻ റഷ്യയെ തകർക്കുകയാണെന്നും അദ്ദേഹം ആ സംഭാഷണത്തിൽ തുറന്നടിച്ചു. യുക്രൈനിലെ റഷ്യൻ ഇടപെടലിനെക്കുറിച്ച് താൻ തയ്യാറാക്കിയ തെളിവുകൾ പുറത്തു വന്നതോടെ പുട്ടിന്റെ അധികാരം ഉലയുമെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു. എന്നാൽ ആ റേഡിയോ നിലയത്തിൽ നിന്ന് പുറത്തിറങ്ങിയ നെംസോവ് നടന്നു നീങ്ങിയത് മരണത്തിലേക്കായിരുന്നു. ക്രെംലിൻ കൊട്ടാരത്തിന് അഭിമുഖമായുള്ള ബോൾഷോയ് മോസ്ക്വോറിറ്റ്സ്കി പാലത്തിൽ കാമുകിക്കൊപ്പം കാറിലിരിക്കുമ്പോൾ രാത്രിയുടെ നിശബ്ദതയെ കീറിമുറിച്ചുകൊണ്ട് 4 വെടിയുണ്ടകൾ അദ്ദേഹത്തിന്റെ ശരീരത്തിലേക്ക് തുളച്ചു കയറി. റഷ്യയിലെ ഏറ്റവും സുരക്ഷിതമായ ഇടമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ക്രെംലിന്റെ മതിൽക്കെട്ടുകൾക്ക് തൊട്ടടുത്ത് വെച്ചാണ് ആ കൊലപാതകം നടന്നത്. നെംസോവിന്റെ മരണം ആഗോളതലത്തിൽ വലിയ പ്രതിഷേധങ്ങൾക്ക് കാരണമായി. അതോടെ സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കാൻ പുടിൻ നേരിട്ടുത്തരവിട്ടു. അന്വേഷണത്തിനൊടുവിൽ ചെച്നിയൻ വംശജരായ 5 പേരെ പോലീസ് പിടികൂടി. ഇതിൽ വെടിയുതിർത്ത സൗർ ദാദായേവ് പുട്ടിന്റെ ഏറ്റവും വിശ്വസ്തനായ ചെച്നിയൻ നേതാവ് റംസാൻ കാദിറോവിന്റെ കീഴിലുള്ള പ്രത്യേക സുരക്ഷാ സേനയിലെ ഉദ്യോഗസ്ഥനായിരുന്നു എന്നത് ലോകത്തെ ഞെട്ടിച്ചു. പ്രതികൾക്ക് 20 വർഷം വരെ തടവ് ശിക്ഷ ലഭിച്ചുവെങ്കിലും ആരാണ് ഈ കൊലപാതകം ആസൂത്രണം ചെയ്തതെന്നോ ആർക്കുവേണ്ടിയാണിവർ ഇത് ചെയ്തതെന്നോ ഉള്ള ചോദ്യത്തിനെന്നും ഔദ്യോഗികമായി മറുപടിയില്ല. പുട്ടിന് നേരെ ഉയർന്ന വിമർശനങ്ങൾ പല രീതിയിലും തല്ലിക്കെടുത്തപ്പെട്ടു. സോവിയറ്റ് യൂണിയന്റെ പഴയ പ്രതാപത്തിലേക്ക് റഷ്യയെ കൈപിടിച്ചുയർത്താനുള്ള ജൈത്രയാത്ര പുട്ടിൻ തുടരുകയാണ്. കാലത്തിനനുസരിച്ച് മാറുകയും രാഷ്ട്രീയ തന്ത്രങ്ങൾ പുതുക്കിപ്പണിയുകയും ചെയ്യുന്ന വ്ളാഡിമിർ പുടിൻ ലോകരാഷ്ട്രീയത്തിൽ അനിഷേധ്യനായ നേതാവായി മാറിയിരിക്കുന്നു. പഴയ സോവിയറ്റ് കാല പ്രതാപങ്ങളിലേക്ക് റഷ്യയെ തിരികെ കൊണ്ടുവരാനുള്ള നീക്കങ്ങളിലാണ് അദ്ദേഹം. 2015 പുടിൻ റഷ്യൻ ഓർത്തഡോക്സ് സഭയെ തന്നോട് കൂടുതൽ അടുപ്പിച്ചു. ലോകശക്തിയായി വളർന്നുവന്ന സോവിയറ്റ് യൂണിയൻ തകരാനുണ്ടായ കാരണങ്ങൾ തിരിച്ചറിഞ്ഞ് അതിനെ വീണ്ടും പടുത്തുയർത്താനുള്ള ശ്രമങ്ങളിലാണ് അദ്ദേഹം. സോവിയറ്റ് കാലഘട്ടത്തിൽ നിരോധിക്കപ്പെട്ട ആത്മീയ മൂല്യങ്ങളെ പുടിൻ രാജ്യത്ത് തിരികെ കൊണ്ടുവന്നു. സോവിയറ്റ് കാലത്ത് തകർക്കപ്പെട്ട ആയിരക്കണക്കിന് പള്ളികൾ അദ്ദേഹം പുനർനിർമ്മിച്ചു. മോസ്കോയിലെ അതിപ്രശസ്തമായ കത്തീഡ്രൽ ഓഫ് ക്രൈസ്റ്റ് ദ സേവിയർ ഇതിനുദാഹരണമാണ്. കൂടാതെ സൈന്യത്തിനായി പ്രത്യേകമായി കത്തീഡ്രൽ ഓഫ് ദി റഷ്യൻ ആംഡ് ഫോഴ്സസ് പുടിൻ ഭരണകൂടം നിർമ്മിക്കുകയും ചെയ്തു. റഷ്യൻ ഓർത്തഡോക്സ് സഭയുടെ തലവൻ പാത്രിയാർക്കീസ് കിറിലിന് ഒരു ഭരണാധികാരിയുടേതിന് തുല്യമായ പരിഗണനയാണ് പുടിൻ നൽകിപ്പോന്നത്. ഔദ്യോഗിക വിരുന്നുകളിലും യുദ്ധപ്രഖ്യാപനങ്ങളിലും സഭയുടെ സാന്നിധ്യം പുടിൻ ഉറപ്പാക്കി. റഷ്യ പരമ്പരാഗതമായ കുടുംബമൂല്യങ്ങളുടെയും ക്രിസ്തീയ സംസ്കാരത്തിന്റെയും കാവൽക്കാരാണെന്ന് അദ്ദേഹം വാദിച്ചു.
ഈ നീക്കം റഷ്യയിലെ ഭൂരിഭാഗം വരുന്ന ഗ്രാമീണ ജനതയെ പുടിനിലേക്ക് കൂടുതൽ അടുപ്പിച്ചു. ക്രെംലിൻ കൊട്ടാരവും പള്ളിയും തമ്മിലുള്ള ഈ കൂട്ടുകെട്ട് പുടിന്റെ അധികാരത്തിനൊരു ദൈവിക പരിവേഷം നൽകി. കമ്മ്യൂണിസ്റ്റ് കാലത്തെ നിരീശ്വരവാദത്തെ തള്ളിക്കളഞ്ഞ് ആത്മീയതയെ രാഷ്ട്രീയാധികാരവുമായി കൂട്ടിച്ചേർക്കുക വഴി പുടിൻ റഷ്യയുടെ ചരിത്രപരമായ പഴയ പ്രതാപം വീണ്ടെടുത്തു. ലോകരാഷ്ട്രീയത്തിന്റെ ചതുരംഗപ്പലകയിൽ പുടിൻ അടുത്ത കരുനീക്കം നടത്തിയത് യൂറോപ്പിന്റെ ഹൃദയഭാഗത്തായിരുന്നു. 2015 മെയ് മാസം ജർമ്മൻ പാർലമെന്റിലെ കമ്പ്യൂട്ടർ സ്ക്രീനുകളിൽ അസാധാരണമായ ചില കോഡുകൾ മിന്നിമറഞ്ഞു. ലോകത്തിലെ ഏറ്റവും സുരക്ഷിതമെന്ന് കരുതപ്പെട്ടിരുന്ന ജർമ്മൻ സുരക്ഷാ സംവിധാനങ്ങളെ നോക്കുകുത്തിയാക്കി ആരോ ആ രാജ്യത്തിന്റെ ഭരണസിരാകേന്ദ്രത്തിന് നേരെ തന്നെ സൈബർ അറ്റാക്ക് നടത്തിയിരിക്കുന്നു. അതൊരു സാധാരണ ഹാക്കിംഗ് ആയിരുന്നില്ല. മാസങ്ങളോളം നീണ്ട നിശബ്ദമായ ഒരു വേട്ടയുടെ തുടക്കമായിരുന്നു. ജർമ്മൻ ചാൻസലർ ആഞ്ചല മെർക്കൽ ഉൾപ്പെടെയുള്ള ഉന്നത നേതാക്കളുടെ സ്വകാര്യ രേഖകളും 10,000-കണക്കിന് ഇമെയിലുകളുമാണ് അദൃശ്യനായ ശത്രു ചോർത്തിയെടുത്തത്. അമേരിക്കൻ ഇന്റലിജൻസ് ഏജൻസിയായ FBI-യും ജർമ്മൻ ഫെഡറൽ ഇന്റലിജൻസും സംയുക്തമായി നടത്തിയ അന്വേഷണം ചെന്നെത്തിയത് മോസ്കോയിലെ രഹസ്യ കേന്ദ്രത്തിലേക്കാണ്. ഹാക്കർമാർ ഉപയോഗിച്ച സോഫ്റ്റ്വെയറുകളുടെ ഡിജിറ്റൽ ഫുട്പ്രിന്റ് പരിശോധിച്ചപ്പോൾ അവർ റഷ്യൻ സൈനിക ഇന്റലിജൻസ് വിഭാഗമായ GRU-വിലേക്ക് വിരൽ ചൂണ്ടി. ഫാൻസി ബിയർ എന്നറിയപ്പെടുന്ന റഷ്യൻ ഹാക്കർ സംഘമായിരുന്നു ഇതിന് പിന്നിൽ. ഹാക്കിങ്ങിന് ഉപയോഗിച്ച കോഡുകൾ മുൻപ് റഷ്യൻ സൈന്യം ഉപയോഗിച്ചവയുമായി സാമ്യമുള്ളതായിരുന്നു. കൂടാതെ മോസ്കോയിലെ പ്രവൃത്തി സമയങ്ങളിൽ മാത്രമാണ് ഹാക്കർമാർ സജീവമായിരുന്നതെന്നും അന്വേഷണ സംഘം കണ്ടെത്തി. 2014 റഷ്യ ക്രിമിയ പിടിച്ചടക്കിയപ്പോൾ അതിനെതിരെ യൂറോപ്പിൽ ഏറ്റവും ശക്തമായി നിലകൊണ്ടത് ജർമ്മനിയാണ്. റഷ്യക്കെതിരെ കടുത്ത ഉപരോധങ്ങൾ ഏർപ്പെടുത്താൻ മുന്നിൽ നിന്ന ആഞ്ചല മെർക്കലിന് ഒരു താക്കീത് നൽകുക എന്നതായിരുന്നു പുടിന്റെ പ്രധാന ലക്ഷ്യമെന്ന് ലോകമാധ്യമങ്ങൾ വിധിയെഴുതി. അതിർത്തികൾ കടക്കാതെ റഷ്യയിലിരുന്ന് തന്നെ ആക്രമണങ്ങൾ നടത്താൻ തനിക്ക് കഴിയുമെന്ന് പുടിൻ ലോകത്തിന് കാണിച്ചുകൊടുത്തു. ഇത് പല യൂറോപ്യൻ രാജ്യങ്ങളെയും റഷ്യക്കെതിരെ കടുത്ത നിലപാടുകൾ എടുക്കുന്നതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ പ്രേരിപ്പിച്ചു. യൂറോപ്പിന്റെ ഹൃദയത്തിൽ നടത്തിയ പരീക്ഷണങ്ങൾ വിജയിച്ചതോടെ പുടിന്റെ ദൃഷ്ടി ലോകശക്തിയായ അമേരിക്കയുടെ നേർക്ക് തിരിഞ്ഞു. ബറാക് ഒബാമയുടെ ഭരണകൂടത്തോടും പ്രത്യേകിച്ച് ഹിലാരി ക്ലിന്റനോടും പുടിന് വ്യക്തിപരമായ ചില കണക്കുകൾ തീർക്കാനുണ്ടായിരുന്നു. 2011 റഷ്യയിൽ പുടിനെതിരെ നടന്ന ജനകീയ പ്രക്ഷോഭങ്ങൾക്ക് പിന്നിൽ അന്നത്തെ സ്റ്റേറ്റ് സെക്രട്ടറി ഹിലാരി ക്ലിന്റനാണെന്ന് പുടിൻ ഉറച്ചു വിശ്വസിച്ചു പോന്നു. അതിനുള്ള മധുര പ്രതികാരം ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ പ്രക്രിയയായ അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിനിടെ തന്നെ നൽകാൻ പുടിൻ തീരുമാനിച്ചു. ജിബൂട്ടി, ഫിജി, ലെബനോൻ, എത്യോപ്യ, അർമേനിയ. സഞ്ചാരം വോളിയം നമ്പർ 17. ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995 444 222. ന്റെ തുടക്കത്തിൽ ഡെമോക്രാറ്റിക് നാഷണൽ കമ്മിറ്റിയുടെ സെർവറുകൾ അദൃശ്യമായ ഒരു സൈബർ ആക്രമണത്തിനിരയായി. ജർമ്മനിയിൽ വിളയാടിയ അതേ ഫാൻസി ബിയർ ഹാക്കർമാർ ഹിലാരി ക്ലിന്റന്റെയും ക്യാമ്പയിൻ ചെയർമാൻ ജോൺ പോഡസ്റ്റയുടെയും സ്വകാര്യ ഇമെയിലുകൾ ചോർത്തിയെടുത്തു. തെരഞ്ഞെടുപ്പിന് തൊട്ടുമുൻപ് സർക്കാരുകളുടെയും വൻകിട കോർപ്പറേറ്റുകളുടെയും രഹസ്യരേഖകൾ ചോർത്തി പ്രസിദ്ധീകരിക്കുന്ന അന്താരാഷ്ട്ര വെബ്സൈറ്റും സ്വതന്ത്ര മാധ്യമ സ്ഥാപനവുമായ വിക്കിലീക്സ് വഴി ഈ വിവരങ്ങൾ ലോകത്തിന് മുന്നിലെത്തി. ഡെമോക്രാറ്റിക് പാർട്ടിയിലെ ഉൾപോരുകളും ഹിലാരിയുടെ വിവാദപരമായ നിലപാടുകളും ചർച്ചയായതോടെ അവരുടെ ജനപ്രീതിക്ക് കനത്ത പ്രഹരമേറ്റു. ഡെമോക്രാറ്റിക് പാർട്ടിയിലെ സ്ഥാനാർത്ഥിത്വത്തിനായി ഹിലാരി ക്ലിന്റനും
ബെർണി സാൻഡേഴ്സും തമ്മിൽ കടുത്ത മത്സരമാണ് നടന്നത്. എന്നാൽ ചോർത്തപ്പെട്ട ഇമെയിലുകളിൽ നിന്ന് പാർട്ടിയിലെ ഉന്നത ഉദ്യോഗസ്ഥർ ഹിലാരിയെ വിജയിപ്പിക്കാനായി ബെർണി സാൻഡേഴ്സിനെ മനഃപൂർവ്വം തഴയുകയായിരുന്നുവെന്ന് വ്യക്തമായി. തെരഞ്ഞെടുപ്പിന് തൊട്ടുമുൻപുള്ള ആഴ്ചകളിൽ ഹിലാരിയുടെ ജനപ്രീതി കുത്തനെ ഇടിഞ്ഞു. വൈറ്റ് ഹൌസിലിരുന്ന് ഒബാമ നിസ്സഹായനായി ഇത് കണ്ടുനിന്നു. ഡൊണാൾഡ് ട്രംപ് അമേരിക്കയുടെ പ്രസിഡന്റാകുന്നത് റഷ്യയുടെ താൽപര്യങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമാണെന്ന് പുടിൻ കണക്കുകൂട്ടി. ക്രിമിയ പിടിച്ചടക്കിയതിനെ തുടർന്ന് അമേരിക്ക റഷ്യയ്ക്കുമേൽ കടുത്ത സാമ്പത്തിക ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു. അത്തരമൊരു സാഹചര്യത്തിലും റഷ്യയുമായി സഹകരിച്ചു പോകുമെന്ന് പരസ്യമായി പ്രഖ്യാപിച്ച ട്രംപ് അധികാരത്തിൽ വന്നാൽ ഈ ഉപരോധങ്ങൾ നീക്കം ചെയ്യപ്പെടുമെന്ന് പുടിൻ വിശ്വസിച്ചു. മാത്രമല്ല, റഷ്യയുടെ പ്രധാന ശത്രുവായ നാറ്റോ സഖ്യത്തെ ട്രംപ് നിരന്തരം വിമർശിച്ചിരുന്നു. അമേരിക്കയുടെ സാമ്പത്തിക ബാധ്യതയായിട്ടാണ് അദ്ദേഹം നാറ്റോയെ കണ്ടത്. നാറ്റോയ്ക്കുള്ളിലെ വിള്ളലുകൾ റഷ്യയ്ക്ക് യൂറോപ്പിൽ കൂടുതൽ സൈനിക മേധാവിത്വം നൽകുമെന്ന് പുടിൻ തിരിച്ചറിഞ്ഞു. ഡിജിറ്റൽ സ്ക്രീനുകൾക്കപ്പുറം അമേരിക്കൻ വോട്ടർമാരെ നേരിട്ട് സ്വാധീനിക്കാനും പുടിന്റെ നിഴൽ സൈന്യം ആസൂത്രിതമായ നീക്കങ്ങൾ നടത്തി. അമേരിക്കൻ ആക്ടിവിസ്റ്റുകൾ എന്ന വ്യാജേന പുടിന്റെ ഏജന്റുമാർ ബീയിങ് പാട്രിയോട്ടിക്, യുണൈറ്റഡ് മുസ്ലിംസ് ഓഫ് അമേരിക്ക എന്നിങ്ങനെയുള്ള ഗ്രൂപ്പുകൾ വഴി ഫ്ലോറിഡ, പെൻസിൽവാനിയ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ റാലികൾ സംഘടിപ്പിച്ചു. റാലികളിൽ പങ്കെടുത്ത അമേരിക്കക്കാർക്ക് പോലും തങ്ങളെ നയിക്കുന്നത് മോസ്കോയിലിരിക്കുന്ന റഷ്യൻ ഏജന്റുമാരാണെന്ന് അറിയില്ലായിരുന്നു. ഒരേ സമയം ട്രംപ് അനുകൂലികളെയും ട്രംപ് വിരുദ്ധരെയും തെരുവിലിറക്കാൻ റഷ്യൻ ഏജന്റുമാർക്ക് കഴിഞ്ഞു. അമേരിക്കൻ ഇന്റലിജൻസ് ഏജൻസികളായ FBI-യും CIA-യും ഈ നീക്കങ്ങളെക്കുറിച്ച് ഒബാമ ഭരണകൂടത്തിന് കൃത്യമായ മുന്നറിയിപ്പുകൾ നൽകിയിരുന്നു. എന്നാൽ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുൻപ് കടുത്ത നടപടികൾ എടുക്കുന്നത് വോട്ടർമാരെ സ്വാധീനിക്കാൻ സർക്കാർ ശ്രമിക്കുന്നുവെന്ന ആരോപണത്തിന് ഇടയാക്കുമെന്ന് ഒബാമ ഭയപ്പെട്ടു. ഒടുവിൽ 2016 നവംബറിൽ വോട്ടെടുപ്പ് ഫലം പുറത്തു വന്നപ്പോൾ പുടിന്റെ കണക്കുകൂട്ടലുകൾ ശരിയായി. ലോകത്തെ ഞെട്ടിച്ചുകൊണ്ട് ഡൊണാൾഡ് ട്രംപ് അമേരിക്കയുടെ 45ാമത് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു. മോസ്കോയിലെ റഷ്യൻ പാർലമെന്റിൽ അംഗങ്ങൾ ഹർഷാരവത്തോടെയാണ് ആ വിജയത്തെ വരവേറ്റത്. അമേരിക്കയ്ക്കുള്ളിൽ കടന്ന് അവിടുത്തെ ഭരണാധികാരിയെ നിശ്ചയിക്കുന്നതിൽ വിജയിച്ചതോടെ വ്ളാഡിമിർ പുടിൻ എന്ന മുൻ KGB ചാരൻ ആഗോള രാഷ്ട്രീയത്തിലെ അജയ്യനായ ചാണക്യനായി മാറി. അമേരിക്കൻ തെരഞ്ഞെടുപ്പിനെ പോലും സ്വാധീനിക്കാൻ കഴിഞ്ഞ ആത്മവിശ്വാസത്തിൽ പുടിൻ തന്റെ ശ്രദ്ധ റഷ്യയുടെ ആഭ്യന്തര സുരക്ഷയിലേക്ക് തിരിച്ചു. അതിന്റെ ഭാഗമായി 2016 ഏപ്രിലിൽ പുടിൻ റഷ്യൻ നാഷണൽ ഗാർഡ് എന്ന പുതിയ സൈനിക വിഭാഗം രൂപീകരിച്ചു. 3 ലക്ഷത്തിലധികം സൈനികരുള്ള ഈ വിഭാഗം നേരിട്ട് റിപ്പോർട്ട് ചെയ്യുന്നത് പുടിന് മാത്രമായിരുന്നു. തന്റെ ഏറ്റവും വിശ്വസ്തനായ മുൻ അംഗരക്ഷകൻ വിക്ടർ സൊലോട്ടോവിനെ ഇതിന്റെ തലവനാക്കിയതിലൂടെ രാജ്യത്തിനകത്ത് ഒരു സ്വകാര്യ സൈന്യം കൂടി പുടിൻ പടുത്തുയർത്തി. തീവ്രവാദത്തെ നേരിടാനാണെന്ന് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചുവെങ്കിലും തനിക്കെതിരെ ഉയരുന്ന പ്രതിഷേധ ശബ്ദങ്ങളെ മുളയിലേ നുള്ളുക എന്നതായിരുന്നു ഇതിന്റെ യഥാർത്ഥ ലക്ഷ്യം. അതിനിടയിൽ റഷ്യൻ രാഷ്ട്രീയത്തിൽ മറ്റൊരു ശബ്ദം ഉയർന്നു കേട്ടു തുടങ്ങിയിരുന്നു. അലക്സി നവാൽനി. 2017 നവാൽനി പുറത്തുവിട്ട ഹീസ് നോട്ട് ഡിമോൺ ടു യു എന്ന ഇൻവെസ്റ്റിഗേറ്റീവ് ഡോക്യുമെന്ററി റഷ്യൻ ഭരണകൂടം നടത്തുന്ന അഴിമതിയുടെ ആഴം വെളിപ്പെടുത്തി. പുടിന്റെ വിശ്വസ്തനായ ദിമിത്രി മെദ്വദേവ് നടത്തിയ ശതകോടികളുടെ അഴിമതികൾ പുറത്തു വന്നതോടെ ജനങ്ങൾ തെരുവിലിറങ്ങി. 2012 ശേഷം റഷ്യയിൽ നിന്നുയർന്നു വന്ന ഏറ്റവും വലിയ പ്രതിഷേധമായിരുന്നു അത്. നാഷണൽ ഗാർഡിനെ ഉപയോഗിച്ച് പ്രതിഷേധക്കാരെ പുടിൻ അടിച്ചൊതുക്കി.
ബാക്കിയുള്ളവരെ ജയിലിൽ അടച്ചു. നവാൽനിയെ നിരന്തരം അറസ്റ്റ് ചെയ്തുകൊണ്ടും അദ്ദേഹത്തിന്റെ സംഘടനകളെ നിരോധിച്ചുകൊണ്ടും പുടിൻ തന്റെ അധികാരം ചോദ്യം ചെയ്യപ്പെടാത്തതാണെന്ന് പ്രഖ്യാപിച്ചു. കൂടാതെ റഷ്യൻ പൗരന്മാരുടെ ഡിജിറ്റൽ സ്വാതന്ത്ര്യത്തിന്മേലും പുടിൻ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. 2016 പാസാക്കിയ യെരോവയ നിയമങ്ങൾ പ്രകാരം റഷ്യയിലെ ടെലികോം കമ്പനികൾ ഉപയോക്താക്കളുടെ എല്ലാ ഫോൺ കോളുകളും സന്ദേശങ്ങളും മാസങ്ങളോളം സൂക്ഷിച്ചു വെക്കണമെന്ന് നിർബന്ധമാക്കി. ഇത് റഷ്യൻ രഹസ്യാന്വേഷണ വിഭാഗമായ FSBക്ക് ജനങ്ങളെ നിരീക്ഷിക്കാൻ വലിയ അവസരം നൽകി. കൂടാതെ റഷ്യയെ ആഗോള ഇന്റർനെറ്റിൽ നിന്ന് വേർപെടുത്തി സ്വന്തമായൊരു റഷ്യൻ ഇന്റർനെറ്റ് സൃഷ്ടിക്കാനുള്ള നീക്കങ്ങൾക്കും പുടിൻ തുടക്കമിട്ടു. വിവരവിനിമയം പൂർണ്ണമായും ഭരണകൂടത്തിന്റെ നിയന്ത്രണത്തിലാക്കുക എന്നതായിരുന്നു ഇതിന്റെ ലക്ഷ്യം. കൂടാതെ പാശ്ചാത്യ ഉപരോധങ്ങളെ നേരിടാൻ പുടിൻ യൂറേഷ്യൻ ഇക്കണോമിക് യൂണിയൻ എന്ന പദ്ധതി ശക്തിപ്പെടുത്തി. 2015 ജനുവരിയിൽ നിലവിൽ വന്ന ഈ കൂട്ടായ്മയിലൂടെ ബെലാറസ്, കസാഖിസ്ഥാൻ, കിർഗിസ്ഥാൻ, അർമേനിയ തുടങ്ങിയ മുൻ സോവിയറ്റ് രാജ്യങ്ങളെ സാമ്പത്തികമായി മോസ്കോയോട് ചേർത്ത് നിർത്താൻ പുടിന് കഴിഞ്ഞു. അമേരിക്കൻ ഡോളറിനോടുള്ള ആശ്രയത്വം കുറയ്ക്കാനായി റഷ്യയുടെ വിദേശ നാണയ ശേഖരം സ്വർണത്തിലേക്ക് മാറ്റാൻ പുടിൻ ഉത്തരവിട്ടു. ലോകത്തിലെ ഏറ്റവും വലിയ സ്വർണ ശേഖരമുള്ള രാജ്യങ്ങളിലൊന്നായി റഷ്യ മാറിയതോടെ പാശ്ചാത്യ രാജ്യങ്ങളുടെ സാമ്പത്തിക ഉപരോധങ്ങൾക്ക് റഷ്യയെ തകർക്കാൻ കഴിയില്ലെന്ന് പുടിൻ തെളിയിച്ചു. മോസ്കോയിലെ രഹസ്യാറകളിൽ ടൺ കണക്കിന് സ്വർണം കുമിഞ്ഞുകൂടി. സ്വർണമാണ് യഥാർത്ഥ ശക്തിയെന്ന് പുടിൻ പ്രവൃത്തിയിലൂടെ തെളിയിച്ചു. ഇക്കാലയളവിൽ പുടിൻ റഷ്യയിൽ ഗ്രേറ്റർ റഷ്യ എന്ന സങ്കല്പം ശക്തമാക്കി. വിദേശ രാജ്യങ്ങളിലുള്ള റഷ്യൻ വംശജരെ സംരക്ഷിക്കുക എന്നത് റഷ്യയുടെ കടമയാണെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു. ഇത് അയൽ രാജ്യങ്ങളായ എസ്തോണിയ, ലാത്വിയ, ലിത്വാനിയ തുടങ്ങിയ ബാൾട്ടിക് രാജ്യങ്ങളിൽ വലിയ പരിഭ്രാന്തിയുണ്ടാക്കി. സോവിയറ്റ് യൂണിയന്റെ തകർച്ചയിൽ ചിതറിപ്പോയ റഷ്യൻ ജനതയെ ഒരു കുടക്കീഴിൽ കൊണ്ടുവരാനുള്ള പുടിന്റെ നീക്കം ആധുനിക റഷ്യൻ ദേശീയതയുടെ കടുത്ത രൂപമായിരുന്നു. റഷ്യൻ സംസ്കാരവും ഭാഷയും സംസാരിക്കുന്ന ഇടങ്ങളിൽ തനിക്കിടപെടാൻ അധികാരമുണ്ടെന്ന് പുടിൻ ഉറപ്പിച്ചു പറഞ്ഞു.